1200 വർഷത്തിലേറെ പഴക്കമുള്ളതും 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറെ വിശേഷപ്പെട്ടതും പഞ്ചകേദാറിൽ ഒന്നാമത്തെയും ദൈവിക ഊർജത്തിന്റെ ഉറവിടം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാദേവന്റെ ജടയിൽ നിന്ന് പുണ്യജലം ഒഴുകിയതും സത്യുഗത്തിലെ കേദാര രാജാവ് ഭരിച്ചിരുന്നതും പാണ്ഡവർക്ക് കാളയുടെ രൂപത്തിൽ ദർശനം നൽകിയ പഞ്ചകേദാറിലെ കൊമ്പുയർന്നു നിന്ന ഹിമത്തിന്റെ ആലയവും പാണ്ഡവരുടെ ചെറുമകനായ ജനമേജി ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയതും പിന്നീട് ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരം പൂജാവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും ശങ്കരാചാര്യർ സമാധിയായതുമായ പുണ്യസ്ഥലം പുണ്യക്ഷേത്രം. ഇവിടേക്കെത്താൻ കിലോമീറ്ററോളം പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങൾ. ഹിമാലയത്തിലെ മനോഹരമായ കൊടുമുടികളുടെ കൂടെ കേദാർനാഥ കൊടുമുടികൾക്കൊപ്പം നിലനിൽക്കുന്ന പുണ്യക്ഷേത്രം. 5 സ്ഥലങ്ങളിലായി കാളിയുടെ രൂപത്തിൽ പ്രത്യക്ഷനായ മഹാദേവൻ. പഞ്ചകേദാർ, കൊമ്പുയർന്നത് കേദാർനാഥ്, കൈകൾ പ്രത്യക്ഷമായത് തുംഗനാഥ്, മുഖം പ്രത്യക്ഷമായത് രുദ്രനാഥ്, നാഭി മധ്യമഹേശ്വർ, രോമങ്ങൾ കൽപ്പേശ്വറിൽ. കേദാർനാഥ് കൊടുമുടികളിൽ നിന്നൊഴുകുന്ന മന്ദാകിനി. ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലുള്ള ചോരാബാരി ഗ്ലേസിയറിൽ നിന്ന്. മന്ദാകിനി എന്നാൽ സ്വർഗത്തിൻ്റെ നദി. പവിത്ര പർവ്വതത്തിൽ നിന്ന് ഒഴുകുന്ന മന്ദാകിനിയുടെ ഉയർന്ന ഉയരത്തെയും പ്രധാനപ്പെട്ട ആത്മീയ സ്ഥലങ്ങളിലൂടെയുള്ള അതിൻ്റെ ഗതിയെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള മന്ദാകിനിയുടെ ദിവ്യസത്തയുടെ ഒരു ഭാഗം പുറത്തേക്ക് ഒഴുകി വരുന്നത് കേദാർനാഥിലൂടെ. തീർത്ഥാടകരെ ശുദ്ധീകരിച്ച മുഴുവൻ പ്രദേശത്തിനും ആത്മീയ പവിത്രതയുടെ അന്തരീക്ഷം നൽകിക്കൊണ്ട് ഗംഗാദേവിയുടെ അവതാരം. ദേവന്മാരുടെ ഗംഗ, സ്വർഗം എന്നൊക്കെ വിശേഷണമുള്ളവൾ. മന്ദാകിനിയുടെ മറ്റൊരു പേർ കാളി ഗംഗ. ശിവൻ തൻ്റെ മുടിയിഴകളിലൂടെ ഗംഗയെ കടന്നുപോകാൻ അനുവദിച്ചപ്പോൾ രൂപപ്പെട്ടവൾ. 2013 ചോരാബാരി തടാക തീരങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് തകർന്ന കേദാർനാഥ്. ഒരു വലിയ പാറ ശങ്കരാചാര്യർ നടന്നു മറിഞ്ഞ ഗുഹയിൽ നിന്ന് ഉരുണ്ടുവന്ന ക്ഷേത്രത്തിന് പിൻവശം നിലകൊണ്ട് ഉഗ്രതാണ്ഡവമാടി വന്ന കാളി ഗംഗയെ രണ്ടാക്കി ക്ഷേത്രത്തിലേക്ക് കടത്തിവിടാതെ നേരെ താഴേക്ക്. തകർന്നുപോയ പാതകൾ, കാളിഗംഗയോടൊപ്പം ഒഴുകിപ്പോയ മലകളും അനേകം ജീവജാലങ്ങളും. പക്ഷേ ഇതൊന്നും പ്രകൃതിയുടെ വിസ്മയങ്ങളെ ഒട്ടും കുറച്ചിട്ടില്ല. ഏത് പെരുമഴയത്തും മണ്ണിടിച്ചിലും മഞ്ഞിലും തീർത്ഥാടകരെ വീണ്ടും വീണ്ടും വരാൻ ആകർഷിക്കത്തക്ക രീതിയിൽ ഒരു ഊർജം, വാക്കുകൾക്കും അതീതമായ ഒരു ശക്തിയുടെ ഉറവിടം കേദാർനാഥ്.